നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഞെട്ടിച്ച താരമാരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ജിൻഡോ എന്ന് പറയേണ്ടി വരും. കാരണം മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ബഹളങ്ങളോ തർക്കങ്ങളോ ഇല്ലാതെ ഹൗസിൽ 100 ദിവസം തുടർന്ന് ഒടുവിൽ 1ാം സ്ഥാനം കൊണ്ടാണ് ജിൻഡോ പടിയിറങ്ങിയത്. ജിൻഡോയ്ക്ക് ആരാധകരുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. സീസൺ 6 തുടങ്ങിയ ആദ്യ നാളുകളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും മണ്ടൻ എന്ന വിശേഷണം ലഭിച്ചയാളാണ് ജിൻഡോ. അവിടെ നിന്ന് കിരീട നേട്ടത്തിലേക്കുള്ള ജിൻഡോയുടെ യാത്ര അതിശയിപ്പിക്കുന്നതാണെന്ന് പറയാൻ പറ്റും. പല എപ്പിസോഡിലും വമ്പൻ വോട്ട് നേടാനും താരത്തിന് സാധിച്ചിരുന്നു. ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആവേശം കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും 5 സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് അന്യായം വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയതെന്നാണ് സംഘാടകർ അഭിപ്രായപ്പെടുന്നത്. ടൈറ്റിൽ വിന്നറായി ജിൻഡോ എത്തിയപ്പോൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ അർജുനും ജാസ്മിനുമാണ് എത്തിയത്. ഡേ 1 മുതൽ അവസാന ദിവസം വരെ കണ്ടന്റ് കൊടുക്കുന്നതിൽ ജിൻഡോയും ജാസ്മിനും ഒപ്പത്തിനൊപ്പമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് ജിൻഡോ മടങ്ങിയെത്തിയത്. സമ്മാനം കിട്ടിയ കപ്പ് നെഞ്ചോട് ചേർത്തുകൊണ്ട് ജിൻഡോ നടക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പിന്നാലെ ആരാധകരുമായി സംവദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിജയത്തിന്റെ സന്തോഷം പങ്കിടുകയാണ് ജിൻഡോ. തന്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ചും ജിൻഡോ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, ജിൻഡോയുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ ആരാധകർ. എന്നാൽ മുഖം കാണിക്കാതെയാണ് ജിൻഡോ തന്റെ പ്രണയിനിയെ കാണിച്ചത്. ഒരു മകളുണ്ട് അവൾക്ക്. നക്ഷത്ര എന്നാണ് മോളുടെ പേരെന്നും ജിൻഡോ പറയുന്നു. ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ വിവാഹം ഉറപ്പിച്ചതിനെക്കുറിച്ചും ഗേൾഫ്രണ്ട് അമേരിക്കയിലാണെന്നതിനെക്കുറിച്ചുമെല്ലാം ജിൻഡോ പലകുറി സംസാരിച്ചിരുന്നു. അവിടുത്തെയും ഇവിടുത്തെയും ടൈം വ്യത്യാസമുണ്ട്. അവൾ ഇപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ. മറ്റൊരു ദിവസം താൻ പെണ്ണിനെ പരിചയപ്പെടുത്താമെന്നും ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തനിക്കല്ല ഫാൻസ്, തന്റെ ഭർത്താവിനാണ് ഫാൻസ് എന്നും ജിൻഡോയുടെ ഗേൾഫ്രണ്ട് പറയുന്നു. അതോടെയാണ് ജിൻഡോ വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവും ആരാധകർ ചോദിച്ചത്. ആദ്യ വീക്കിൽ ഞാൻ സാധാരണ രീതിയിലായിരുന്നു, അത് അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു. എന്നാൽ അങ്ങനെ നിന്നാൽ കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു ചായ വിഷയത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ ലാലേട്ടൻ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ ഒരു നിമിഷം ജീവൻ പോയി. എന്നാൽ വീണ്ടും അവസരം കിട്ടി. 3 വീക്കെങ്കിലും എടുത്തു എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ. 19 പേരോട് പിന്നെ മത്സരം. ബിഗ് ബോസ് മറ്റൊരു ലോകമാണ്, അനുഭവിച്ചേ മതിയാകൂ. രതീഷേട്ടൻ മാത്രമാണ് അവിടെ സുഹൃത്തായി ഉണ്ടായിരുന്നത്. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ജാൻമണി. ജാനുവും പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി. ആരുടെ മുൻപിലും കരയാനും ആകില്ലല്ലോ. എവിടെ പോയാലും ക്യാമറയും. അതൊരു വല്ലാത്ത ലോകമാണ്, ജിൻഡോ പറയുന്നു. ആദ്യ ആഴ്ചയിലെ ജിൻഡോയുടെ പ്രകടനം വീടിനകത്തും പുറത്തും മണ്ടൻ എന്ന പരിഹാസമാണ് ജിൻഡോയ്ക്ക് നേടിക്കൊടുത്തത്. മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് സഹമത്സരാർത്ഥികൾ ജിൻഡോയ്ക്ക് മണ്ടൻ അവാർഡും നൽകി. ആദ്യ ആഴ്ച യമുനയ്ക്ക് നേരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും ജിൻഡോയ്ക്ക് നെഗറ്റീവായി മാറി. സഹമത്സരാർത്ഥികൾ ചാർത്തിക്കൊടുത്ത ആ മണ്ടൻ അവാർഡ് ജിൻഡോയെ ഏറെ വിഷമിപ്പിച്ചു. അതിനെ ഒരു വാശിയായി കണ്ടായിരുന്നു ജിൻഡോയുടെ പിന്നോട്ടുള്ള പ്രയാണം. 2ാമത്തെ ആഴ്ച പവർ റൂമിൽ കയറി പറ്റിയതും വാരാന്ത്യ എപ്പിസോഡിൽ അപ്സരയ്ക്കൊപ്പം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ച ഡാൻസും ജിൻഡോയിലെ എന്റർടൈനറെ അടയാളപ്പെടുത്തുകയായിരുന്നു. 3ാമത്തെ ആഴ്ചയും പവർ റൂം അധികാരം ജിൻഡോ നിലനിർത്തി. ജിൻഡോ തന്റെ ഗ്രാഫ് ഉയർത്തിയ ആഴ്ചകളായിരുന്നു അതെല്ലാം. ജിൻഡോയുടെ ഫാൻ ബേസ് വർദ്ധിക്കാനും ഇതെല്ലാം കാരണമായിരുന്നു.